പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോവേൽ പ്രവചനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: യോവേൽ പ്രവചനം ആരംഭിക്കുന്നത് ആരിലാണ്? ഉത്തരം: പെതുവേൽ. യോവേൽ 1:1. ക്വസ്റ്റ്യൻ: യോവേൽ ആരുടെ മകനായിരുന്നു? ഉത്തരം: പെതുവേലിൻ്റെ. യോവേൽ 1:1. ക്വസ്റ്റ്യൻ: ആര് ശേഷിപ്പിച്ചതാണ് വിട്ടിൽ തിന്നത്? ഉത്തരം: വെട്ടുക്കിളി. 1:4. ക്വസ്റ്റ്യൻ: ആര് ശേഷിപ്പിച്ചതാണ് പച്ചപ്പുഴു തിന്നത്? ഉത്തരം: വിട്ടിൽ. യോവേൽ 1:4. ക്വസ്റ്റ്യൻ: തുള്ളൻ ശേഷിപ്പിച്ചത് തിന്നതാര്? ഉത്തരം: വെട്ടുക്കിളി. 1:4. ക്വസ്റ്റ്യൻ: മദ്യപന്മാരെ ഉണർന്നു കരവിൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം: യോവേൽ. യോവേൽ 1:5. ക്വസ്റ്റ്യൻ: പുതുവീഞ്ഞ് ആരുടെ വായ്ക്ക് അറ്റുപോയിരിക്കുന്നു? ഉത്തരം: മദ്യപന്മാരുടെ. 1:5. ക്വസ്റ്റ്യൻ: കൊമ്പുകൾ വെളുത്തുപോയ വൃക്ഷം? ഉത്തരം: അത്തിവൃക്ഷം. 1:7. ക്വസ്റ്റ്യൻ: ദുഃഖിക്കുന്ന യഹോവയുടെ ശുശ്രൂഷകന്മാർ ആരാണ്? ഉത്തരം: പുരോഹിതന്മാർ. 1:9. ക്വസ്റ്റ്യൻ: ആരെ പോലെ വിലപിക്കാനാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെപ്പോലെ. 1:8. ക്വസ്റ്റ്യൻ: ആരോടാണ് യോവേൽ പ്രവാചകൻ ലജ്ജിപ്പാനായി ആഹ്വാനം ചെയ്തത്? ഉത്തരം: കൃഷിക്കാരോട്. 1:11. ക്വസ്റ്റ്യൻ: എവിടത്തെ വിളവ് നശിച്ചുപോയി? ഉത്തരം: വയലിലെ. 1:11. ക്വസ്റ്റ്യൻ: വാടിയും ഉണങ്ങിയും പോയ പറമ്പിലെ സസ്യവൃക്ഷാദികൾ ഏവ? ഉത്തരം: മുന്തിരിവള്ളി, അത്തി, മാതളം, ഈന്തപ്പന, നാരകം. 1:12. ക്വസ്റ്റ്യൻ: പുരോഹിതന്മാരോട് എങ്ങനെ വിലപിക്കാനാണ് പ്രവാചകൻ പറയുന്നത്? ഉത്തരം: രട്ടുടുത്ത്. യോവേൽ 1:13. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസം സർവശക്തൻ്റെ പക്കൽ നിന്ന് എന്തുപോലെ വരുന്നു? ഉത്തരം: സംഹാരം പോലെ. 1:15. ക്വസ്റ്റ്യൻ: കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടേണ്ടത് ആര്? ഉത്തരം: മുന്തിരിത്തോട്ടക്കാർ. യോവേൽ 1:11. ക്വസ്റ്റ്യൻ: ആനന്ദം ആരെ വിട്ട് മാഞ്ഞുപോയി? ഉത്തരം: മനുഷ്യരെ. 1:12. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുന്ന 2 യാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഭോജനയാഗവും പാനീയയാഗവും. 1:13. ക്വസ്റ്റ്യൻ: ആ ദിവസം അയ്യോ കഷ്ടം, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. ഏത് ദിവസം? ഉത്തരം: യഹോവയുടെ ദിവസം. 1:15. ക്വസ്റ്റ്യൻ: ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ ഇടിഞ്ഞു പോകുന്നത് എന്ത്? ഉത്തരം: കളപ്പുരകൾ. യോവേൽ 1:17. ക്വസ്റ്റ്യൻ: നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും അറ്റുപോയതെന്ത്? ഉത്തരം: ആഹാരം. 1:16. ക്വസ്റ്റ്യൻ: നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അറ്റുപോയതെന്തെല്ലാം? ഉത്തരം: സന്തോഷവും ഉല്ലാസഘോഷവും. 1:16. ക്വസ്റ്റ്യൻ: കട്ടകളുടെ കീഴിൽ കിടന്ന്
കെട്ടുപോകുന്നതെന്ത്? ഉത്തരം വിത്ത്. യോവേൽ 1:17. ക്വസ്റ്റ്യൻ: എന്ത് കരിഞ്ഞു പോയിരിക്കയാലാണ് പാണ്ടികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നത്? ഉത്തരം ധാന്യം. യോവേൽ 1:17. ക്വസ്റ്റ്യൻ: കന്നുകാലികൾ എന്തില്ലായ്ക കൊണ്ട് ബുദ്ധിമുട്ടുന്നു? ഉത്തരം മേച്ചിൽ ഇല്ലായ്ക കൊണ്ട്. 1:18. ക്വസ്റ്റ്യൻ: തീയ്ക്കും ജ്വാലയ്ക്കും ഇരയായിത്തീർന്നത് എന്തെല്ലാം? ഉത്തരം മരുഭൂമിയിലെ പുൽപ്പുറങ്ങളും പറമ്പിലെ വൃക്ഷങ്ങളും. 1:19. ക്വസ്റ്റ്യൻ: എവിടെ കാഹളം ഊതുവാനാണ് യോവേൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം സിയോനിൽ. യോവേൽ 2:1. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ സൈന്യത്തിൻ മുമ്പിൽ എന്ത് നാദമാണ് കേൾപ്പിക്കുന്നത്? ഉത്തരം മേഘനാദം. യോവേൽ 2:11. ക്വസ്റ്റ്യൻ: യഹോവയുടെ പാളയത്തിൻ്റെ പ്രത്യേകത? ഉത്തരം അത്യന്തം വലുത്. യോവേൽ 2:11. ക്വസ്റ്റ്യൻ: വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. വാക്യമേത്? ഉത്തരം യോവേൽ 2:13. ക്വസ്റ്റ്യൻ: വടക്കു നിന്നുള്ള ശത്രുവിൻ്റെ മുൻപടയെയും പിൻപടയെയും യഹോവ ഇട്ടുകളയുന്നതെവിടെ? ഉത്തരം കിഴക്കേ കടലിലും പടിഞ്ഞാറേ കടലിലും. യോവേൽ 2:20. ക്വസ്റ്റ്യൻ: യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്ക കൊണ്ട് ദേശം എന്ത് ചെയ്യണമെന്നാണ് യോവേൽ പറയുന്നത്? ഉത്തരം ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ചു സന്തോഷിക്ക. 2:21. ക്വസ്റ്റ്യൻ: മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട എന്ന് ആരോടാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്? ഉത്തരം വയലിലെ മൃഗങ്ങളോട്. യോവേൽ 2:22. ക്വസ്റ്റ്യൻ: മുൻമഴയെയും പിൻമഴയെയും ദൈവം പെയ്യിക്കും എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം യോവേൽ. യോവേൽ 2:23. ക്വസ്റ്റ്യൻ: മുൻമഴയും പിൻമഴയുമായ വർഷം പെയ്യിച്ചു തരുന്ന ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ എന്ന് യോവേൽ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത് ആരോടാണ്? ഉത്തരം സിയോൻ മക്കളോട്. 2:23. ക്വസ്റ്റ്യൻ: എൻ്റെ മഹാസൈന്യം എന്ന് യഹോവ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും. യോവേൽ 2:25. ക്വസ്റ്റ്യൻ: ഏതെല്ലാം തിന്നുകളഞ്ഞ സംവത്സരത്തിനൊത്തവണ്ണമാണ് ദൈവം പകരം നൽകുന്നത്? ഉത്തരം വെട്ടുക്കിളി, വിട്ടിൽ, തുള്ളൻ, പച്ചപ്പുഴു. 2:25. ക്വസ്റ്റ്യൻ: എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. വാക്യമേത്? ഉത്തരം യോവേൽ 2:26. ക്വസ്റ്റ്യൻ: ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം യോവേൽ. യോവേൽ 2:28. ക്വസ്റ്റ്യൻ: പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമ്പോൾ സ്വപ്നങ്ങളെ കാണുന്നതാരാണ്? ഉത്തരം വൃദ്ധന്മാർ. യോവേൽ 2:28. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആത്മാവ് പകരപ്പെടുമ്പോൾ ആര് ദർശനങ്ങളെ ദർശിക്കും? ഉത്തരം യൗവനക്കാർ. യോവേൽ 2:28. ക്വസ്റ്റ്യൻ: യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ എന്ത് സംഭവിക്കും?
ഉത്തരം സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. 2:31. ക്വസ്റ്റ്യൻ: യഹോവ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും സകല ജാതികളെയും കൂട്ടിച്ചെല്ലുമാറാക്കുന്ന താഴ്വര ഏത്? ഉത്തരം യഹോശാഫാത്ത് താഴ്വര. യോവേൽ 3:1. ക്വസ്റ്റ്യൻ: നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ എന്ന് ഏതെല്ലാം ദേശങ്ങളോടാണ് യഹോവ ചോദിച്ചത്? ഉത്തരം സോർ, സീദോൻ, ഫെലിസ്ത്യ ദേശങ്ങൾ എന്നിവയോട്. യോവേൽ 3:4. ക്വസ്റ്റ്യൻ: യഹൂദ്യരെയും യെരുശലേമ്യരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റുവാൻ തക്കവണ്ണം അവരെ ആർക്ക് വിറ്റുകളഞ്ഞു? ഉത്തരം യവനന്മാർക്ക്. യോവേൽ 3:6. ക്വസ്റ്റ്യൻ: വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ഇത് ആരോട് വിളിച്ചു പറയേണ്ട ദൂതാണ്? ഉത്തരം ജാതികളോട്. യോവേൽ 3:9. ക്വസ്റ്റ്യൻ: തന്നെത്താൻ വീരനായി മതിക്കേണ്ടതാരാണ്? ഉത്തരം ദുർബലൻ. 3:10. ക്വസ്റ്റ്യൻ: ജാതികൾ ഉണർന്ന് ഏത് താഴ്വരയിലേക്കാണ് പുറപ്പെടേണ്ടത്? ഉത്തരം യഹോശാഫാത്ത് താഴ്വരയിലേക്ക്. 3:12. ക്വസ്റ്റ്യൻ: യഹോവ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കുന്നത് എവിടെ? ഉത്തരം യഹോശാഫാത്ത് താഴ്വരയിൽ. യോവേൽ 3:12. ക്വസ്റ്റ്യൻ: വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കണ്ടതാരെ? ഉത്തരം യോവേൽ പ്രവാചകൻ. 3:14. ക്വസ്റ്റ്യൻ: വിധിയുടെ താഴ്വരയിൽ അടുത്തിരിക്കുന്നതെന്ത്? ഉത്തരം യഹോവയുടെ ദിവസം. 3:14. ക്വസ്റ്റ്യൻ: തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കുന്നതാര്? ഉത്തരം യഹോവ. 3:16. ക്വസ്റ്റ്യൻ: വിശുദ്ധ പർവ്വതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന പർവ്വതമേത്? ഉത്തരം സിയോൻ. യോവേൽ 3:17. ക്വസ്റ്റ്യൻ: അന്യജാതിക്കാർ അതിൽ കൂടി കടക്കയില്ല. ഏതിൽ കൂടി? എന്തുകൊണ്ട്? ഉത്തരം യെരുശലേമിൽ കൂടി, വിശുദ്ധമായതുകൊണ്ട്. 3:17. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാളിൽ എവിടുത്തെ തോടുകളാണ് വെള്ളം ഒഴുക്കുന്നത്? ഉത്തരം യഹൂദയിലെ. യോവേൽ 3:18. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാളിൽ പർവ്വതങ്ങൾ പൊഴിക്കുന്നതെന്ത്? ഉത്തരം പുതുവീഞ്ഞ്. യോവേൽ 3:18. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാളിൽ കുന്നുകൾ ഒഴുക്കുന്നതെന്ത്? ഉത്തരം പാൽ. യോവേൽ 3:18. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാളിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉറവ് നനയ്ക്കുന്ന താഴ്വര ഏത്? ഉത്തരം ശിത്തീം താഴ്വര. യോവേൽ 3:18. ക്വസ്റ്റ്യൻ: സദാകാലത്തേക്കും തലമുറ തലമുറയോളവും നിവാസികൾ ഉണ്ടാകുന്നത് എവിടെയെല്ലാം? ഉത്തരം യഹൂദയിലും യെരുശലേമിലും. യോവേൽ 3:20. ക്വസ്റ്റ്യൻ: യോവേൽ പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 29-ാമത്തെ പുസ്തകം. 3 അധ്യായങ്ങൾ, 73 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.